എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഒരു 3-4 ദിവസം മുന്നേ വന്നിരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ഹാംസ്റ്റർ കോമ്പാറ്റ് ആ ഒരു ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യുകയാണ്, ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ കൺഗ്രാറ്റ്സ് സീസൺ 1 റിസൾട്ട്സ് ആർ റെഡി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സീസൺ 1 അടുത്തതിന് സീസൺ 2 ആണ് വരാൻ പോകുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു ഇൻ്റർലൂഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇപ്പം ഗെയിം നടക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ 26-ാം തീയതി ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും സീസൺ 2 ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് കോയിൻസിന് പകരം ഡയമണ്ട്സ് ആണ് ഇവിടെ കളക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ താങ്ക് യു ബിനാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 2.805 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, താങ്ക് യു ഫോർ ബിനാൻസ് എന്നുള്ളത്. അപ്പോൾ അവിടെ ടോക്കൺസ് ഈ ഡയമണ്ട്സ് ആഡ് ആയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഇൻ്റർഫേസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ ഈ ലവിൻ്റെ സിമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. ഇവിടെ ഡയമണ്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അത് മിക്കവാറും ഈ സെപ്റ്റംബർ 26-ാം തീയതി കഴിഞ്ഞിട്ട് സീസൺ 2 ആരംഭിക്കുമ്പോൾ ഇവിടെ ഡയമണ്ട്സ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നു, കളക്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർഫേസ് ഒക്കെ പാടെ മാറിയിട്ടുണ്ട്. ഇവിടെ മിനി ഗെയിംസൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. കൗണ്ട്, മാസ്റ്റേഴ്സ്, ഫാക്ടറി വേൾഡ് എന്നൊക്കെ പറഞ്ഞ് മുകളിൽ കാണാം. അതുപോലെ താഴെ ടാബുകൾ നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ടാബ്, അതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്ലേ ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മുകളിൽ ആയിട്ട് ഗെയിംസ്, മിനി ഗെയിംസ്, പിന്നെ മൈൻ കാർഡ്സ് മൈൻ ചെയ്യാനുള്ള ഈ ഒരു പോർഷൻ കാണാം. ന്യൂ കാർഡ്സ് ഉണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുന്നത് പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനായിട്ട് ആ കാർഡ്സൊക്കെയും ഇവിടെ ലെവൽ അപ്പ് ചെയ്ത് ഇങ്ങനെ മൈ കാർഡ്സിലോട്ട് വരുത്താം. അതുപോലെ മിനി ഗെയിംസിൽ ഒരു ദിവസം മുന്നേ വരെ ഈ മറ്റേ പസിൽ ഗെയിം ഉണ്ടല്ലോ, ഈ താക്കോലിങ്ങനെ പുറത്തെടുക്കുന്നത്, അതുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണാനില്ല. ഇവിടെ മറ്റേ ഹെക്സാ പസിലിൻ്റെ ഗെയിമാണ് കാണുന്നത്. ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. പിന്നീട് താഴെ നമ്മൾ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ ഈ ടാബിൽ വരുമ്പോൾ ഇവിടെ കാണാം സെപ്റ്റംബർ 26, 2024 ആണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ്. അതായത് നാളെയാണ് ലിസ്റ്റിംഗ് ഡേറ്റ്. അപ്പോൾ എനിക്കിവിടെ ടോട്ടലി 237 ഹാംസ്റ്റർ കോയിനാണ് ലഭിച്ചിരിക്കുന്നത് ഞാൻ ഗെയിം പ്ലേ ചെയ്തതിൽ. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന കാണാം എനിക്ക് ഏതൊക്കെ ഇതിലാണ് കിട്ടിയതെന്ന്. പാസീവ് ഇൻകം, ഏൺ ടാസ്ക്സ്, ഫണ്ട്സ്, അച്ചീവ്മെൻറ്റ്സ്, കീസ് കളക്ട് ചെയ്ത്, അങ്ങനെ. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഈ കോയിൻസ് കിട്ടിയത് കൂടുതലായിട്ട് ലഭിച്ച ആൾക്കാർക്ക് ഈ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് അങ്ങനെ കിട്ടിയ അതിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സഹായിച്ച, അതായത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ലിങ്ക്സിലൂടെ അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ കോയിൻസ് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 14,000-15,000 ഒക്കെ കോയിൻസ് ലഭിച്ചവരുണ്ട്, അതിനപ്പുറം ലഭിച്ചവരുണ്ട്. ഈ സാധാരണ യൂട്യൂബേഴ്സിനും ഒക്കെയാണ് ഇത്തരത്തിൽ കോയിൻസ് വളരെ അധികം ലഭിച്ചിട്ടുള്ളത്. ഹിന്ദി അങ്ങനെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ചെയ്തിട്ടുള്ള വീഡിയോസ്, അവർ ക്രമേണ ഈ ക്രിപ്റ്റോ കറൻസിയുടെ വീഡിയോസ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. ഈ എയർ ഡ്രോപ്പിനെ കുറിച്ചും ഒക്കെ ഇതിൻ്റെ ഡെയിലി കോംബോ ഇങ്ങനെയൊക്കെ അപ്ഡേറ്റുകൾ ഇങ്ങനെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്, സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അവർക്ക് അവരുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരുപാട് പേര് ചേർന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയ ബെനിഫിറ്റാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ എന്താ പറയുന്നത് വളരെ ചെറിയ കോയിൻസ് ലഭിച്ചിട്ടുള്ളൂ. 200, 200, 300 ഒക്കെ കോയിൻസാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ എന്താ പറയുന്നത് ഈ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനായിട്ട് കാർഡുകളൊക്കെ ലെവലപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരൊക്കെ നിരാശരായിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊന്നും അല്ല കൂടുതൽ കോയിൻ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഈ കീസ് കളക്ട് ചെയ്തവർ, കീസിന് കൂടുതൽ കോയിൻ ലഭിക്കും, കീസ് കൂടുതൽ കളക്ട് ചെയ്താലെന്നുള്ള ചിന്തയിൽ അങ്ങനെ ചെയ്തവർക്കും വളരെ നിരാശ ഉണ്ടായി. ഇപ്പോൾ ഇവർ ഈ കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ അവർക്ക് വളരെ കുറച്ച് കോയിൻസാണ് ലഭിച്ചത്. അപ്പം അതുപോലെ എന്താ പറയുന്നത് കോയിൻസ് ടാപ്പ് ചെയ്ത് കളക്ട് ചെയ്തുകൊണ്ടിരുന്നവർ അവർ നിരാശരായി. പിന്നീട് ഇവിടെ മേളിൽ കാണുന്നത് 237 കോയിൻസ് ലഭിച്ചു സംതിങ്. അതുപോലെ വെസ്റ്റിംഗ് എന്ന് പറയുന്ന 27 പോയിന്റ് സംതിങ് കോയിൻസ് ലോക്കാണ് ഇവിടെ. അത് ഒരു 10 മാസം കഴിഞ്ഞിട്ട്, ഈ കോയിൻ ലിസ്റ്റിംഗ് കഴിഞ്ഞ് ഒരു 10 മാസം കഴിഞ്ഞിട്ടെങ്ങാണ്ടാണ് അത് അൺലോക്ക് ആക്കി കൊടുക്കുന്നതെന്നാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിയാൻ കഴിയുന്നു. ഇപ്പം എനിക്ക് വന്നിട്ടുള്ള കോയിൻസ് ഒരു 250 പോയിന്റ് സംതിങ് ആണ് അവൈലബിൾ അറ്റ് സെപ്റ്റംബർ 26. പക്ഷേ അതിപ്പം ബിനാൻസിൽ ഇന്ന് രാവിലെ നോക്കുമ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ബിനാൻസ് എടുത്ത് കാണിച്ചു തരാം. എൻ്റെ ബിനാൻസിൻ്റെ
അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ കാണാനായിട്ട് കഴിയുന്നു ഹാംസ്റ്റർ HMSTR വേണ്ടേ 209.59 ഇത്രയും കോയിൻസ് ലഭിച്ചിട്ടുണ്ട് ഹാംസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇവിടെ കാണിച്ചിട്ടില്ല, 0.00 USDT കാണിക്കുന്നു. അത് 26-ാം തീയതി ലിസ്റ്റിംഗ് സമയത്ത് ഇവിടെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കളിച്ചവർക്ക് വന്നിട്ടുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിൻ്റെ സീസൺ 2 അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇനി അടുത്ത ഗെയിംസുകൾ, ഇതുപോലെ ബ്ലം അതുപോലെയൊക്കെയുള്ള പ്രോജക്റ്റുകൾ വരാനായിട്ട് പോവുകയാണ്. അടുത്ത ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ഒരുപാട് എയർ ഡ്രോപ്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. താല്പര്യമുള്ളവർക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക്സ് അതിൻ്റെയൊക്കെ കൊടുത്തിരിക്കാം. ബേബി ഡോജ് ഇതുപോലെയൊക്കെയുള്ള പ്രോജക്റ്റുകളുണ്ട്. KuCoin ഇവരുടെയൊക്കെ കോയിൻസ് ഇപ്പോൾ എയർ ഡ്രോപ്സ് ആയിട്ട് ഇതുപോലെ ടാപ്പ് ടു ഏൺ ഗെയിമുകളായിട്ടൊക്കെ ഈ ടെലഗ്രാം ബോട്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ജോയിൻ ചെയ്ത് എയർ ഡ്രോപ്സ് നേടാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. നിങ്ങളുടെ സമയം ഇതിനു വേണ്ടി അല്പസമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും ഇതിന് കുത്തിയിരുന്ന് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ധാരാളം സമയമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാം. കോയിൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ, അതിൻ്റെ ട്രേഡിങ് നടക്കുമ്പോൾ, വലിയ രീതിയിൽ കോയിൻ പമ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത് നല്ല പ്രോഫിറ്റ് എന്ന് കാണുന്ന ഒരു സമയത്ത് കോയിൻ വിറ്റ് മാറാവുന്നതാണ്. അതല്ല, കോയിൻസ് ഹോൾഡ് ചെയ്ത് കുറേ മാസത്തേക്കോ വർഷത്തേക്കോ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് നല്ല ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോയിനാണ് ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്നത്. ഈ ടാപ്പ് ടു ഏൺ ഗെയിംസിൽ വന്നതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോയിനാണിത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.